ഒരേ കാറിൽ പുടിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര 45 മിനിറ്റ് നീണ്ട യാത്രയിൽ നിർണായക ചർച്ചകൾ. ഇതാണിപ്പോൾ രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്യുന്നത്. ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടയിൽ മോദിയുടെയും പുടിന്റെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഉച്ചകോടി നടന്ന വേദിയിൽ നിന്ന് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലെ ഉഭയകക്ഷി യോഗ വേദിയിലേക്ക് പ്രധാനമന്ത്രി മോദിക്കൊപ്പം യാത്ര ചെയ്യാൻ പുടിൻ ആഗ്രഹിച്ചിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മോദിക്കായി ഏകദേശം 10 മിനിറ്റോളം പുടിൻ കാത്തുനിന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ യാത്ര ആശങ്കപ്പെടുത്തുന്നത് ട്രംപിനെയാണ്. തനിക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം എന്ന ആശങ്കയിലാണ് ട്രംപ്. പുടിന്റെ കാറിലെ ഒരുമിച്ചുള്ള യാത്രയിൽ ഇരു നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ എത്തിയ ശേഷവും ഇരുവരും 45 മിനിറ്റോളം കാറിൽ ചെലവഴിച്ചു. ഇതിനുശേഷം നടന്ന ഉഭയകക്ഷി ചർച്ച ഏകദേശം 1 മണിക്കൂർ നീണ്ടു. SCO ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന്റെ വേദിയിലേക്ക് ഒന്നിച്ചു യാത്ര ചെയ്തു. ഉൾക്കാഴ്ച പകരുന്നവയാണ് എപ്പോഴും അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ. പുടിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോദി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ സഹായം ചെയ്തുവെന്ന് ആരോപിച്ചാണ് അമേരിക്ക അധിക തീരുവയും പിഴയും ചുമത്തിയത്. ഇന്ത്യ റഷ്യയുമായി നടത്തുന്ന എണ്ണ വ്യാപാരത്തെ അമേരിക്ക പരസ്യമായി അപലപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുടിന്റെ ഇന്ത്യൻ അനുകൂല നീക്കത്തിന് പ്രാധാന്യമുണ്ട്. ഊർജ്ജ ഇടപാടുകൾക്ക് ശിക്ഷയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 50% ഇറക്കുമതി തീരുവ ട്രംപ് ചുമത്തിയിരുന്നു. കൂടാതെ ഞായറാഴ്ച രാത്രി ഷീ ജിൻപിങ് ഒരുക്കിയ വമ്പിച്ച വിരുന്നോടെയാണ് 25ാമത് ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമായത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അതിയായ സന്തോഷമുണ്ടെന്ന് തങ്ങൾക്ക് ഗംഭീരമായ രീതിയിൽ സ്വാഗതമരുളിയ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് നന്ദി അറിയിക്കുകയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിന്റെ ദുരിതം സഹിച്ചു വരികയാണെന്നും പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈന നൽകിയ പിന്തുണയ്ക്ക് മോദി നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി ചൈനയിലെ ടിയാൻജിൻ 20ലധികം വിദേശ നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഹസ്തദാനം ചെയ്യും ആലിംഗനം ചെയ്തതും ലഘുവായ നിമിഷങ്ങൾ പങ്കിട്ടത് ഇരുവരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നതായിരുന്നു. കൂടാതെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ്. യുക്രൈനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് അതോടൊപ്പം പുടിൻ കുറ്റപ്പെടുത്തിയത് പരോക്ഷമായിട്ടാണെങ്കിലും കൊണ്ടത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ലോക സമാധാന ദൂതൻ എന്ന പട്ടം സ്വയം എടുത്തണിഞ്ഞ് റഷ്യ യുക്രൈൻ സംഘർഷം ഇപ്പോൾ ശരിയാക്കി തരാം, തീർത്തു തരാം എന്ന് വിളമ്പിയ അമേരിക്കയ്ക്ക് അതിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഭീഷണി കൊണ്ട് പുടിഞ്ഞ് അനുനയിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ലോകം ഒന്നാകെ കണ്ടതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലോകം മുഴുവൻ നടന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്നും സമാധാന നോബൽ തനിക്കാണെന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീളെ നടത്തിയ ചർച്ചകളും വെറുതെയായി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റു പങ്കാളികളുടെയും ശ്രമങ്ങളെ വളരെയധികം വിലമതിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്ത പുടിൻ അമേരിക്കയെ ഒന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തില്ല. മാത്രമല്ല, പേരെടുത്തു പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ആ പാശ്ചാത്യ രാജ്യം അമേരിക്കയല്ലാതെ മറ്റാരുമല്ല എന്ന് ലോക ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.